പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പൽക്കാലം സൂമിൽ കൂടെ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ നല്ല അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. പ്രിയ ആൻറ്റി പറഞ്ഞതുപോലെ ബിന്ദു ബിനോയ് എന്ന് പറയുന്ന പ്രിയ അമ്മമ്മയാണ് ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് ഉണ്ടെന്നും അതിൽ കയറണമെന്നും ഒക്കെ എന്നെ ക്ഷണിപ്പാനായിട്ട് ഇടയായത്. കാരണം എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ പോയപ്പോൾ അവരുടെ ചർച്ചിൽ അറ്റൻഡ് ചെയ്യുവാനായിട്ട് ഇടയായി. ആ കേട്ട സാക്ഷ്യവും ദൈവവചനവും പ്രിയ ദാസിയെ അത് വളരെ ടച്ച് ചെയ്യാനും അങ്ങനെ എന്നോട് അല്പസമയം ഒരു ദിവസം ഈ സൂമിൽ കയറാമോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് സൂമിൽ കൂടെയുള്ള ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ അതും ഇത്രയധികം ആളുകളിലൂടെയുള്ളത്. ഇതെന്റെ ഫസ്റ്റ് ടൈമാണ്. ദൈവം ഒരുക്കിയ എല്ലാ വഴികൾക്കും എല്ലാ നടത്തിപ്പുകൾക്കുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. ജെം ചേച്ചിയെ ഇതിലൂടെ കാണുവാനായിട്ട് ഇടയായി. എൻ്റെ കസിൻ്റെ വൈഫാണ് ജെം ചേച്ചി. ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിഞ്ഞ നാളുകളിലെല്ലാം ഒരുമിച്ച് അരിപ്പാനും എല്ലാം ദൈവം ഞങ്ങളെല്ലാം നടത്തുന്ന ആ ദൈവത്തിന്റെ വൻ കൃപ ഓരോ ദിവസവും കർത്താവിന്റെ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മളെല്ലാം ഇടയാക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഛത്തീസ്ഗഡിൽ നിന്ന് ആശ ആന്റിയെ കാണുവാനായിട്ട് ഇടയായി. ഈ ആഴ്ച ഉണ്ടോ ഞാൻ നോക്കിയില്ല. ആന്റിയെയും ഞാൻ വന്ദനം ചെയ്യുന്നു. എല്ലാ സഹോദരിമാരെയും ദൈവനാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഛത്തീസ്ഗഡിൽ നിന്നും സ്നേഹവും വന്ദനവും ഇന്ന് പകൽക്കാലം ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ കൊഡാക്കു എന്ന് പറയുന്ന ഒരു ട്രൈബ്സ് ആണ്. അവരുടെ ഇടയിൽ ഞങ്ങൾ ബൈബിൾ ട്രാൻസ്ലേഷൻ ആണ് ചെയ്യുന്നത്. ബൈബിൾ ട്രാൻസ്ലേഷനെ കുറിച്ച് അധികം ആരും ഇപ്പോൾ കുറച്ചും കൂടെ കേൾക്കുകയും അതിനെക്കുറിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറെ പേർക്ക് അറിയാനായിട്ട് സാധിക്കും. എങ്കിലും ആളുകൾ പലപ്പോഴും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ ലാംഗ്വേജ് ഇല്ലാത്ത അല്ലെങ്കിൽ ലിപി ഇല്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് നിങ്ങൾ ഈ ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത്. ഞാൻ പവർ പോയിന്റ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ആരും അറിയാതെ ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു ജനതയാണ് കൊഡാക്കു എന്ന് പറയുന്നത്. വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ജനമാണ്. ആരും അവരുടെ അടുക്കിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കാറില്ല, ശ്രമിക്കാറില്ല. കാരണം അവര് അമ്പും വില്ലും ആണ് അവരുടെ ആയുധം എന്ന് പറയുന്നത്. പുറത്തുള്ളവരെ സ്വീകരിക്കാൻ അവർക്ക് വളരെ താല്പര്യം കുറവാണ്. അവർക്ക് ഭയമാണ്, അവരുടെ ഉള്ളിലെ ഭയമാണ് അവരെ ഇതിൽ നിന്നെല്ലാം അവരെ പിന്തിരിപ്പിച്ചുകൊണ്ടിരുന്നത്. കാട്ടുവാസികളാണ്, കാട്ടിൽ ജീവിക്കുന്ന, കാട്ടിലെ ഭക്ഷണമാണ് അവരുടെ ആഹാരം. നെല്ലോ അരി ആഹാരങ്ങളൊക്കെ ഈ വളരെ റീസെന്റ് ആയിട്ടാണ് അവരതെല്ലാം കൃഷി ചെയ്യാനും അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഇങ്ങനെ നമുക്ക് ആഹാരം കഴിക്കാം, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു 10 to 15 years ആയിട്ടുള്ളൂ ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബൈബിൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ചെന്നു ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്നു, ആ ഒരു അനുഭവമല്ല. ഇതൊരു ലോങ് കമ്മിറ്റ്മെന്റ് ആണ്. ലോങ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഓരോ ജനറേഷനിലേക്കും ആ ദൈവത്തിന്റെ സ്നേഹം എപ്രകാരം നമുക്ക് അവരിലേക്ക് എത്തിക്കാമോ ആ എല്ലാ രീതിയിലും അവരുടെ ശാരീരികവും മാനസികവും ആത്മീകവും എല്ലാ രീതിയിലും അവരെ നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷയാണ് ബൈബിൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ബൈബിൾ ട്രാൻസ്ലേഷന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ലാംഗ്വേജ് ലേണിംഗ് ആണ്. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഫാമിലിയെ ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ. ഇതാണ് എൻ്റെ ഫാമിലി. എൻ്റെ ഹസ്ബൻഡ് ലിജു കുര്യാക്കോസ്, ഞാൻ, പിന്നെ ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകൻ ഏബൽ, രണ്ടാമത്തെ മകള് ഏഞ്ചൽ, ഇടയാള് ആൽവിൻ. ഇവര് പഠിക്കുന്നു. മൂത്ത മകൻ ബയോടെക്നോളജിക്ക് ചേർന്നു. മോള് ഈ വർഷം 10th ഇളയാള് 5th. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. 2005 ദൈവം തന്ന ദർശനപ്രകാരം കർത്താവ് ആദ്യം ഞങ്ങളെ അയച്ചത് വേറെ ഒരു ലാംഗ്വേജ് ഗ്രൂപ്പിലേക്കായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ വളരെ അവരത്രമാത്രം ലാംഗ്വേജ് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ഇത് ഞങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റിയില്ല.
അപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നമ്മൾ എടുത്ത ഡെഡിക്കേഷനും ഇതെല്ലാം വെറുതെ ആയി പോയോ എന്നുള്ള ഒരു ഭാരം ഞങ്ങളെ വളരെയധികം ബാധിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഒരു മാർക്കറ്റിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ അവിടെ അടുത്ത് വേറൊരു ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ കാണുവാനും ഞങ്ങൾ അവരോട് കൂടുതലായിട്ട് സംസാരിക്കാനും അവർ ഏത് ട്രൈബാണെന്ന് മനസ്സിലാക്കാനും, അങ്ങനെയാണ് കൊഡാക്കു എന്ന് പറയുന്ന ഒരു ട്രൈബ് ഉണ്ട് എന്നും അവര് വളരെയധികം അവരുടെ ലാംഗ്വേജുമായിട്ട് അറ്റാച്ച്ഡ് ആണെന്നും അവർ മറ്റ് ലാംഗ്വേജുകൾ സംസാരിക്കാതെ അവരുടെ ലാംഗ്വേജിനെ എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്ത് അവർ കൊണ്ടുപോകുന്ന ആ ഒരു കൾച്ചറും എല്ലാ കാര്യങ്ങളും അവർ വളരെയധികം അവരുടെ സ്വകാര്യതയായിട്ട് ചെയ്യുന്ന ഒരു ഇതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഇടയായി. അങ്ങനെ ഞങ്ങൾ ഈ ലാംഗ്വേജിനെ കണ്ടുപിടിച്ചപ്പോൾ ഞങ്ങൾ 2005 ഞങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഒരു സർവേ ചെയ്യുവാനായിട്ട് ഇടയായി. അങ്ങനെ ഞങ്ങൾ ഇവര് എവിടെയാണ് ഒക്കെ ഉള്ളത് ഞങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഇടയായി. ഇവര് താമസിക്കുന്നത് ഛത്തീസ്ഗഡ്, UP, മധ്യപ്രദേശ്, ജാർഖണ്ഡ് ഇതിന്റെ എല്ലാം ബോർഡറുകളിലാണ് ഇവരുടെ താമസം. കാട്ടുവാസികളായതുകൊണ്ട് ആ പ്രദേശങ്ങളിലാണ് ഇവരുടെ താമസം. ഇതാണ് കൊഡാക്കു എന്ന് പറയുന്ന ജനസമൂഹം. 1,00,000-ഓളം വരുന്ന ആളുകളാണ് ഇതിലുള്ളത്. ലിറ്ററസി റേറ്റ് വളരെ കുറവാണ് ഇവരുടെ ഇടയിലുള്ളത്. ഒരു 10% വളരെ എന്ന് പറഞ്ഞാൽ പഠിത്തം എന്ന് പറയുന്നത് അവർക്ക് തീരെ താല്പര്യം ഇല്ലാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പഠിച്ചിട്ട് പിന്നെ എന്താണ് ഒരു കാര്യം. കാരണം അവര് പുറമേ ഉള്ളവരെ കാണുകയോ പുറത്തോട്ട് പോവുകയോ യാതൊരു ബന്ധവും നിലനിർത്താത്തത് കൊണ്ട് അവർക്ക് മുന്നോട്ടുള്ള അവരുടെ ജീവിതം എങ്ങനെയാണെന്നോ, മുന്നോട്ട് ഇങ്ങനെ ജോലി ചെയ്യണമെന്നോ, പൈസ ഉണ്ടാക്കണമെന്നോ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നല്ലപോലെ ആഹാരം കഴിക്കണമെന്നോ, എന്താണ് ലോകം എന്ന് പോലും അറിയാതെ ഒരു അന്ധകാരത്തിൽ കഴിഞ്ഞ ഒരു സമൂഹമായിരുന്നു കൊഡാക്കു എന്ന് പറയുന്ന ഈ ജനസമൂഹം. അവരിലേക്കാണ് കർത്താവ് ഞങ്ങളെ ആദ്യമായിട്ട് അയച്ചത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരു ചെറിയ ടൗണിലാണ് ആദ്യം താമസിച്ചത്. അവിടെയുള്ളവരെല്ലാം ഞങ്ങളെ വളരെ ബാക്കിലോട്ട് വലിച്ചു. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോകരുത്, പോയി കഴിഞ്ഞാൽ നിങ്ങളെ അവര് അമ്പ് ചെയ്ത് കൊല്ലും, നിങ്ങൾക്ക് പുറമേ ഉള്ളവർക്ക് പറ്റിയ ഒരു ട്രൈബ് അല്ല, അവര് വളരെ ക്രൂരന്മാരാണ്, ക്രൂരതയാണ് അവരുടെ ഹൃദയത്തിൽ മുഴുവൻ എന്ന് പറഞ്ഞ് എപ്പോഴും ഞങ്ങളെ അവര് നിരുത്സാഹപ്പെടുത്താറുണ്ട്. പക്ഷെ ഞങ്ങൾ ദൈവം തന്ന എന്റെ ഹസ്ബൻഡിന് മണക്കാല തിയോളജിക്കൽ സെമിനാറിലാണ് പഠിച്ചത്. അവിടെ വെച്ച് കർത്താവ് കൊടുത്ത ദർശനമാണ് പാന്തുവ എന്ന് പറഞ്ഞ ഒരു വേർഡ്. ആ വേർഡ് എന്ന് പറയുന്നത് അതൊരു സ്ഥലത്തിന്റെ പേരായിരുന്നു. പക്ഷെ അന്നത് അറിയില്ലായിരുന്നു. ആ സ്ഥലത്ത് താമസിക്കുന്നവരാണ് കൊഡാക്കു എന്ന് പറയുന്ന ഈ ജനസമൂഹം. അങ്ങനെയാണ് ഞങ്ങള് കർത്താവ് നൽകിയ ദർശനമാണെന്നും ദൈവം ഞങ്ങളെ ഇത് ഏൽപ്പിച്ചതാണെന്നുള്ളത് കർത്താവ് ഞങ്ങളെ പതുക്കെ തള്ളി തള്ളി ഈ ഒരു ലാംഗ്വേജിലേക്ക് കൊണ്ടുവരാനുണ്ടായ കാര്യം എല്ലാം ഞങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇടയായത്. ദൈവം ഈ ജനസമൂഹത്തെ വളരെയധികം ഉണ്ടെന്നുള്ളത് പിന്നീടുള്ള ഈ ഒരു 20 വർഷം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈ കാണുന്നത് ഞങ്ങളുടെ വില്ലേജിലേക്കുള്ള എൻട്രൻസ് ആണ്. വളരെ മനോഹരമായ വില്ലേജ് ആണ്. ഇപ്പോൾ കാണുമ്പോൾ അത് വളരെ മനോഹരമായിട്ട് തോന്നും. അന്ന് അത് വളരെ ദുർഘടവും വളരെ വ്യത്യസ്തവും വളരെ എന്താ പറയാ നമുക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു അനുഭവമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പലപ്പോഴും അപകടത്തിന്റെയും ഈ കൂരിരുട്ടിന്റെയും എല്ലാം അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴെല്ലാം ആ സമയത്ത് എന്ന് പറയുന്നത് ഇവിടെ മൊബൈലോ യാതൊരുവിധ ഫെസിലിറ്റികളും കറണ്ടോ ലൈറ്റോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ആരുമായിട്ട് ഞങ്ങൾക്ക് ഒരു കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ ഒറ്റപ്പെട്ട ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രം, ഞങ്ങൾ മാത്രമുള്ള ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടേത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മൂത്ത മകൻ ജനിക്കുന്നു 2005 നവംബറിൽ. അവന് ശേഷം ഞങ്ങൾ 3 പേരായി. ഈ ഭവനത്തിലാണ് ഞങ്ങൾ തുടക്കത്തിൽ കുറച്ച് നാൾ താമസിപ്പാനായിട്ട് ഇടയായത്. ആദ്യം ഞങ്ങൾ ഈ വില്ലേജിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ബൈബിൾ ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ യാതൊരു വാക്കും നമുക്ക് പറയരുത്, സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് വിട്ടത്. കാരണം ഫസ്റ്റ് നമ്മളുടെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു ഓസ്ട്രോ ഏഷ്യാറ്റിക് ഫാമിലിയിൽ വരുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് പഠിക്കാനായിട്ട്. നമ്മൾ ലാംഗ്വേജ് ഫാമിലി നോക്കുമ്പോൾ പല ഫാമിലികളുണ്ട്. അതിൽ ഓസ്ട്രോ ഏഷ്യാറ്റിക് ഫാമിലി എന്ന് പറയുന്നത് അതിന്റെ സ്ട്രക്ചറേ വളരെ ഡിഫറെന്റ് ആണ്. അവർക്ക് ഒത്തിരി ഗ്ലോട്ടൽ, അതായത് തൊണ്ടയെ പിടിച്ച്
സംസാരിക്കും, ഒത്തിരി ടോണുണ്ട്. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് അപ്പൊ അവരുടെ കൂടെ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അനുഭവം പഠിക്കാനും അത് മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ കഴിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കണം. അപ്പൊ അവർ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിവിടെ താമസിക്കുന്നത്? അപ്പൊ ഞങ്ങള് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നെക്സ്റ്റ് ജനറേഷൻ, അവരുടെ വിദ്യാഭ്യാസം, അവരെ വളർത്തിക്കൊണ്ടുവരേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ചും അവരെ പഠിപ്പിക്കേണ്ട ആ പഠിത്തത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചുമെല്ലാം ഞങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഞങ്ങളുടെ വില്ലേജിലെ ഹെഡ്മാൻ, പുള്ളിക്ക് വളരെ ഒരു ആഗ്രഹം തോന്നി. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഞങ്ങളുടെ ഹെഡ്മാൻ എന്ന് പറയുന്ന പുള്ളിക്ക് കുറച്ച് ഹിന്ദി അറിയായിരുന്നു. കാരണം പുള്ളി ഞങ്ങളുടെ ഈ കൊഡാക്കു ട്രൈബിൽ നിന്ന് ഒരു ഫാദർ ഉണ്ട്. ഒരു റോമൻ കാത്തലിക് ചർച്ചിലെ ഒരു ഫാദറാണ്. ആദ്യം ഞങ്ങൾ ഫാദറിനെയാണ് പോയി കണ്ടതും. പുള്ളിക്ക് വളരെ സന്തോഷമായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പോപ്പിന്റെ അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഇത് ചെയ്യാൻ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇത് മുഴുവൻ എനിക്ക് ചെയ്യാൻ വളരെ ആഗ്രഹമായിരുന്നു. ഇവരുടെ ഇടയിലേക്ക് ഇത് ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ വളരെ ആഗ്രഹമായിരുന്നു എന്ന് ആ ഫാദർ ഞങ്ങളോട് പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ ഫാദർ ഈ ഹെഡ്മാനെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പുള്ളിയോട് ഞങ്ങൾ ഇതെല്ലാം ഷെയർ ചെയ്ത് പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലായി. പുള്ളി പറഞ്ഞു, ഇവിടെ ഒരു ചെറിയ വീടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാനായിട്ട് തരാം. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഭവനം ലഭിക്കുന്നത്. ഞങ്ങൾ സന്തോഷത്തോടു കൂടെ 6 വർഷം ഞങ്ങൾ ഈ വില്ലേജിൽ താമസിച്ചു. അതിനുശേഷം ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ ടോയ്ലറ്റിന്റെ ബുദ്ധിമുട്ട്, അങ്ങനെ പല പല പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഞങ്ങൾ ഈ ഹെഡ്മാനോട് സംസാരിച്ചു. ഞങ്ങൾക്കൊരു ടോയ്ലറ്റ് പണിയാനായിട്ട് കുറച്ച് സ്ഥലം തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഹെഡ്മാന്റെ മദർ, അമ്മച്ചി, അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അന്ന് അമ്മച്ചിക്ക് ഒരു 90 അബവ് ഏജ് ഉണ്ട്. അമ്മച്ചി ഒരു വലിയൊരു വടിയെടുത്ത് ഈ മകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, 3 പ്രാവശ്യം നീ ഈ വടി അളന്ന് എത്ര സ്ഥലമുണ്ടോ അത്രയും സ്ഥലം അവർക്കൊരു കുടില് വെക്കാനായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ അമ്മച്ചി പറഞ്ഞതുപോലെ തന്നെ ആ ഹെഡ്മാൻ 3 പ്രാവശ്യം ആ വടി വെച്ച് ഇങ്ങനെ അളന്നു. അങ്ങനെ തന്നതാണ് ഈ സ്ഥലം. അവിടെ ഞങ്ങളൊരു ഭവനം പണിയാനായിട്ട് ഇടയായി. അതെല്ലാം ദൈവത്തിന്റെ ഓരോ കരുതലാണ്. ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും ദൈവം എത്രമാത്രം ഞങ്ങളെ ആ നാളുകളിലെല്ലാം കരുതി എന്നുള്ളത് ഇന്ന് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എനിക്കിതെല്ലാം പറയാൻ പറ്റും. പക്ഷെ അന്ന് ആ കൂരിരുട്ടിന്റെ ഓരോ അവസ്ഥയിലും ഞങ്ങൾ കടന്നു പോകുമ്പോഴെല്ലാം ഞങ്ങളുടെ കൂടെ താങ്ങായി തണലായി പ്രിയ കർത്താവിന്റെ സ്നേഹമായിരുന്നു ഞങ്ങളെ നടത്തിയത്. തീർച്ചയായിട്ടും ദൈവം ഞങ്ങളെ അവിടെ കൊണ്ടുപോയി എന്നുള്ളതിന്റെ ഇതായിരുന്നു ഞങ്ങൾക്ക് ഈ ഭവനം ലഭിച്ചത്. അങ്ങനെ ഞങ്ങൾക്ക് ഈ ഭവനം ലഭിച്ചു. ഈ പണിയോടനുബന്ധിച്ച് ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും ദൈവം ഞങ്ങൾക്ക് തരുവാനായിട്ട് ഇടയായി. വില്ലേജിലുള്ളവര് ആരും വിശ്വാസികളല്ല, ആരും ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരുന്നവരില്ല. ഞങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്ന പോലുമില്ല. എങ്കിലും ദൈവം അവരുടെ ഹൃദയത്തിൽ കൊടുത്തു. എന്തോ അവർക്ക് ഒരു സ്നേഹം. അവർ ഞങ്ങളെ ഉപദ്രവിക്കുകയോ അവർ ഞങ്ങളെ വേറെ ഇതുപോലെ കാണുകയോ ഒന്നും ചെയ്തില്ല. അതെല്ലാം ദൈവം അവരുടെ ഹൃദയത്തിൽ മുന്നമേ ക്രിസ്തു ഈ ജാതിയെ കണ്ടിരുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവായിരുന്നു അത്. പലർക്കും ഇന്നും ഞങ്ങളെ സ്മോൾ സിറ്റി ടൗണിൽ താമസിക്കുക അവിടെയുള്ളവർ ഇപ്പോഴും ഞങ്ങളെ കാണുമ്പോൾ പറയും, ഇന്നും നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളത്. നിങ്ങൾ ആരെയാണ് സേവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് പലപ്പോഴും ഞങ്ങൾ താമസിച്ച വാടക വീട്ടിൽ താമസിച്ച ഹൗസ് ഓണറുടെ അടുത്തൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ഞങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് ഇടയായി. കാരണം അത്രമാത്രം ദൈവം ഈ ജനതയെ സ്നേഹിക്കുന്നുണ്ട്. ഈ ജനതയോട് കർത്താവിന് ദൈവത്തിന്റെ വിളിയുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഞങ്ങളോട് കാണിച്ച ആ ഒരു സ്നേഹമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ ഭവനം പണിതു. പിന്നീട് കുറച്ചു നാളും കൂടെ ഞങ്ങൾ ആ ലാംഗ്വേജ് ലേണിങ്ങിന്റെ ഇതിനു വേണ്ടി ഞങ്ങൾ താമസിച്ചു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ വില്ലേജില് വളരെയധികം ഒരു ദുരവസ്ഥ ഉണ്ടാകാനായിട്ട് ഇടയായി. ദുരവസ്ഥ എന്ന് പറയുന്നത് അവിടെയുള്ളവരെ പാമ്പ് കടിക്കുക. അത് എന്താ പറയാ, അത് ഒരു പാമ്പ് വന്ന് യഥാർത്ഥത്തിൽ അവിടെ കടിക്കുന്നില്ല, പക്ഷെ എന്തോ ഒരു സ്പിരിറ്റ് ആണത്. ആ സ്പിരിറ്റ് പാമ്പ് പോലെ അവരെ വന്ന് കടിക്കുന്നു, വിഷം ഇറങ്ങുന്നു, അവർ മരിക്കുന്നു. അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ മരണപ്പെടുന്നു. ഞങ്ങളുടെ ഉള്ളിൽ വളരെ ഭാരം തോന്നി. കർത്താവേ, ഇതെന്ത് അനുഭവമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. പക്ഷെ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഫിസിക്കലി ഒരു പാമ്പ് അവിടെ വന്ന് കടിക്കുന്നില്ല എന്നുള്ളത്. അവരവിടെ ഒരു പാമ്പിനെ കാണുന്നു, പക്ഷെ പാമ്പ് കടിച്ച പാടുകൾ അവരുടെ കാലിലുണ്ട്. ആ വിഷം ഇറങ്ങി അവർ മരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്കൊന്നും പറയാനോ ചെയ്യാനോ പറ്റാത്ത ഒരു അനുഭവം. അങ്ങനെ അവര് വില്ലേജുകാർ തന്നെ കുറച്ച് ഈ മന്ത്രവാദികളെ UP-യിൽ നിന്ന് കൊണ്ടുവന്നു.
അവരേറ്റവും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവരെല്ലാം മന്ത്രവാദത്തിൽ ആശ്രയിക്കുകയും എല്ലാ കാര്യത്തിനും അവര് അസുഖം വന്നാലും മന്ത്രവാദം. കാരണം അവര് പുറത്തൊന്നും പോകില്ല. അത് ഹോസ്പിറ്റലുകളിൽ പോവുകയോ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള യാതൊരു ഇതും അവരെടുക്കാത്തതുകൊണ്ട് എല്ലാത്തിലും അവർക്ക് മന്ത്രവാദമാണ്. അപ്പൊ അവര് ഇങ്ങനെ കുറച്ച് മന്ത്രവാദികളെ കൊണ്ടുവന്നു. അവിടെ മന്ത്രവാദം ചെയ്യാനായിട്ട് തുടങ്ങി. 3 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു അത്. അത് ഭയങ്കര വലിയ ഒരു പ്രോഗ്രാം പോലെയാണ് അവരത് ചെയ്തത്. ഞങ്ങൾക്ക് ആ ദിവസങ്ങളിൽ വളരെ ഒരു എന്താ പറയാ ഒരു ആത്മീകമായ ഒരു ഭയങ്കര സ്പിരിച്വൽ ഒരു അറ്റാക്ക് പോലെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അവിടെ നിൽക്കാനോ മുന്നോട്ട് മുന്നേറാനോ കഴിയാത്ത പോലെയുള്ള ഒരു അനുഭവം, ഒരു വല്ലാത്ത അനുഭവം. ഞങ്ങൾക്ക് ഇതൊന്നും ആരോടും പറയാൻ കാരണം അന്നൊരു ഫോണോ ആരെയും വിളിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനോ, ഞങ്ങൾ ഈ താമസിക്കുന്ന ഒരു 40-50 കിലോമീറ്ററിന്റെ ഉള്ളിൽ മലയാളികൾ പോലും ഇല്ലാത്ത ഒരു സ്ഥലം. ആരോട് ഞങ്ങൾക്ക് ഇത് പറയാം? ഒരു വിശ്വാസികൾ പോലും ഇല്ല. ആരോട് പറയും? ഞങ്ങൾ വളരെ ഭാരത്തോടെ പ്രയാസത്തോടെ ഞങ്ങൾ രാത്രിയിലെല്ലാം ഉണർന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് ഈ സിറ്റുവേഷനെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മാറ്റി തരണമേന്ന്. അങ്ങനെ ഫസ്റ്റ് ഡേ അവസാനിച്ചു. സെക്കൻഡ് ഡേയില് ഞങ്ങൾ നോക്കിയപ്പോ മൊത്തം ഒരു ശാന്തമായി കിടക്കുന്ന ഒരു അനുഭവം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, ദൈവമേ ഇതെന്ത് പറ്റിയാവും, ഇവിടെങ്ങും ആരെയും ഒന്നും കാണുന്നില്ല. അത് ഞങ്ങൾ പതുക്കെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മന്ത്രവാദം ചെയ്യാൻ വന്നവര് ആ രാത്രിയിൽ തന്നെ ഓടിപ്പോയി എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് അവരത് ഓടിപ്പോയത്? അവർ പറഞ്ഞു അവർക്കും അറിയില്ല. അങ്ങനെ അവർ അന്വേഷിച്ച് വീണ്ടും ഈ മന്ത്രവാദികളുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ എന്താ ഞങ്ങളോട് പറയാതെ പോയത്? ഇത് തീർന്നില്ലല്ലോ, ചെയ്ത് തീർന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്കിനി അവിടെ ഒട്ടും താമസിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അവിടെ ഉള്ളത്. ഒരു വലിയ പ്രകാശം അവർ കണ്ടു. ആ പ്രകാശം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും ആ പ്രകാശത്തെ ഓവർകം ചെയ്യാൻ പറ്റാത്തതുപോലെയുള്ള ഒരു അനുഭവം. അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ വില്ലേജിനിൽ ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ട് അവിടെ, ഒരു പ്രത്യേക പ്രകാശമുണ്ട് അവിടെ. നിങ്ങൾ ആ പ്രകാശം എന്താണെന്ന് പോയി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് തിരിച്ചു വന്നു. ഞങ്ങളുടെ അടുത്ത് എപ്പോഴും വരും. അവര് ഞങ്ങളോട് സംസാരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അവരിങ്ങനെ സംസാരിച്ച് ഞങ്ങളോട് നിങ്ങളാണോ ഇനി ആ പ്രകാശം വിട്ടത് എന്ന് ഞങ്ങളോട് ഇങ്ങനെ ചോദിപ്പാനായിട്ട് ഇടയായി. ഞങ്ങള് ഒന്നും മിണ്ടിയില്ല അവരോട്. അങ്ങനെ പിന്നെ ആ പൂജാരി ആ മന്ത്രവാദം ചെയ്യുന്നവര് തിരിച്ചവിടെ വരാനോ ഒന്നും ഇടയായില്ല. അവര് തിരിച്ചു വന്നതേ ഇല്ല. അതോടുകൂടെ എന്താ പറയാ ആ ഒരു സിറ്റുവേഷൻ അവിടെ നിന്ന് അങ്ങ് മാറുവാനായിട്ട് ഇടയായി. പിന്നീട് അങ്ങനെ അതിനുവേണ്ടി കുറച്ച് പിള്ളേര് കുറെ ചെങ്ങലയും അതും കുന്തവും അതും ഇതെല്ലാമായിട്ട് അവരിങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു പയ്യൻ ഞങ്ങളുടെ അടുത്ത് വന്നു. വന്നപ്പോ അവനോട് കുറെ നേരം ആ പയ്യനോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇടയായി. അവനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ വിളിക്കുന്ന ദൈവം എന്ന് പറയുന്നത് സംസാരിക്കുന്ന ദൈവമാണ്. അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു രാത്രിയിൽ നീ ഇന്ന് കിടക്കുമ്പോൾ ഇത് ഈ ഈ ഞങ്ങൾ പറയുന്ന ഈ ദൈവം യഥാർത്ഥത്തിൽ ഒരു ജീവനുള്ള ദൈവമാണെങ്കിൽ കർത്താവെ ആ ദൈവം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമേ. എന്നെ ഒന്ന് എന്റെ പേര് ചൊല്ലി എന്നെ ഒന്ന് വിളിക്കണമേ എന്നുള്ള ഒരു അനുഭവം നിനക്കുണ്ടാകും. നീ അത് അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു എന്തോ അവൻ അന്ന് പറയുന്നത് അവൻ ആദ്യം മുതലേ ഒരു ദൈവാന്വേഷിയായിരുന്നു. ദൈവമുണ്ടോ ഈ ലോകത്തില്? ദൈവം എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. കാരണം അവൻ അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അപ്പോ അവനിങ്ങനെ പലരിൽ നിന്ന് കേട്ടിരുന്ന ആ ഒരു ഇതായതുകൊണ്ട് ഇതിനെക്കുറിച്ച് വളരെ ആകാംക്ഷയുണ്ടായിരുന്നു അറിയാനായിട്ട്. ഇങ്ങനെ ദൈവത്തെക്കുറിച്ചും ദൈവം എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. അതൊരു അനുഭവമാണോ അതോ യഥാർത്ഥത്തിലുള്ള കാര്യമാണോ എന്ന്. അങ്ങനെ അവന്റെ സംശയങ്ങൾ ഞങ്ങൾ തീർത്തു കൊടുത്തു. അങ്ങനെ പല കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ച് ലാസ്റ്റ് പോകുന്ന സമയത്ത് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹിന്ദി ബൈബിള് കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി നീ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം ഇതിൽ നിന്ന് എടുത്ത് വായിക്കണം. വായിച്ചിട്ട് ഇങ്ങനെ ഇത്രമാത്രം പറഞ്ഞാൽ മതി, ദൈവം തീർച്ചയായിട്ടും എന്റെ ദൈവം നിന്റെ അടുത്ത് സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവനൊന്നും മനസ്സിലായില്ല. ഹിന്ദി അവന് വായിക്കാൻ അറിയാവുന്നത് കൊണ്ട് പറഞ്ഞു ഞാൻ വായിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് വീട്ടിൽ അവന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. രാത്രി ഞങ്ങളുടെ എഴുന്നേറ്റിട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്താണ് പറയേണ്ടത്? ഇങ്ങനെ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടോ? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ കുറച്ചു നേരം അവന്റെ കൂടെ ഇരുന്നു. അവനെ ആശ്വസിപ്പിച്ചു. നീ ഇനി പോയി കിടന്നുറങ്ങിക്കോ, ധൈര്യമായിട്ട് ഉറങ്ങിക്കോ, നിനക്ക് നല്ല ഉറക്കം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അവനെ ഞങ്ങൾ പറഞ്ഞു വിട്ടു. അവൻ അന്ന് രാത്രി പോയി കിടന്നു. കുറച്ച് സമയം പറഞ്ഞു ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് അവൻ അങ്ങ് പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം വിജയ് എന്ന് അവന്റെ പേര് വിജയ് എന്നാണ്. അവനെ 3 പ്രാവശ്യം
വിളിക്കുന്നത് പോലെ അവനൊരു അനുഭവം തോന്നി. അപ്പോൾ ഓടി അവൻ ഞങ്ങളുടെ അടുത്ത് വീണ്ടും വന്നു. "എന്തിനാ എന്നെ വിളിച്ചതെന്ന്?" ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, "ഞങ്ങൾ വിളിച്ചില്ലല്ലോ" എന്ന് പറഞ്ഞു. അവൻ പിന്നെ അവന് പോകാൻ ഒരു ഭയം പോലെ, അവനൊരു ആകെ ഒരു സംഭ്രമം പോലെ ഞങ്ങളോട് കാണിച്ചു. ഞങ്ങൾ പറഞ്ഞു, "ഓക്കെ, നീ എന്നാ ഞങ്ങളുടെ കൂടെ ഇന്ന് ഇവിടെ കിടക്ക്, ഇന്ന് പോണ്ട" എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കിടന്നു. അവന് പിന്നീടും അവനെ ആരോ വിളിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം പോലെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു, "ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ ദൈവം സംസാരിക്കുന്ന ദൈവം. തീർച്ചയായിട്ടും ആ ദൈവം നിന്നോട് ഇടപെടുമെന്ന്" പറഞ്ഞു. അങ്ങനെ അവന് കുറച്ച് ഒരു വിശ്വാസവും അവന്റെ ജീവിതത്തിൽ ഒരു അനുഭവം അവന് ഉണ്ടായപ്പോൾ അവന് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഞങ്ങളുടെ ഫസ്റ്റ് ബിലീവർ എന്ന് പറയുന്ന ഈ വിജയാണ്. അവൻ ഞങ്ങളീ കൊടുത്ത ബൈബിൾ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ചോദിക്കാൻ വായിക്കാനും അത് ഉറക്കെ വായിക്കും. ഉറക്കെ വായിക്കുമ്പോഴ് അത് മറ്റുള്ളവർക്കും കൂടി കേൾക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇവൻ ഇത് ഉറക്കെ വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇവൻ വായിക്കുമ്പോൾ ആളുകൾ വിചാരിച്ചു, "ഓ, ഇവനെന്താ ഈ വായിക്കണത്? ഇത് ഒരിക്കലും ഇല്ലാത്ത ഒരു അനുഭവമാണല്ലോ ഇവൻ ഈ ചെയ്യുന്നതെന്ന്" പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇവൻ ഉറക്കെ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വായനയിൽ മറ്റ് 2, 3 ബോയ്സും കൂടെ ഇവന്റെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഇവർക്ക് ഒരു ആകാംക്ഷയായി ഇതിനെക്കുറിച്ച് അറിയാനായിട്ട്. അങ്ങനെ ഞങ്ങള് വിചാരിച്ചു, ഞങ്ങളിത് കൂടുതലായിട്ട് ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാല് മിക്കവാറും ഞങ്ങളെ വില്ലേജിൽ നിന്ന് പുറത്താകും. കാരണം ഞങ്ങളുടെ ഇതെന്ന് പറയുന്നത് ലാംഗ്വേജ് ലേൺ ചെയ്യുക, കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ലാംഗ്വേജ് സെറ്റ് ചെയ്യണം, ഈ ആൽഫബറ്റ്സ് എല്ലാം ഉണ്ടാക്കണം, പിന്നെ കുറെ ബുക്സ് ഞങ്ങൾക്ക്, അതായത് ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് ഇവിടെയുള്ള സ്കൂളുകളില് ഉണ്ടാക്കിയ ഈ പ്രിമറുകളെല്ലാം ഞങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്ത് സ്കൂളുകളിൽ ഇത് കുട്ടികൾക്ക് ഇത് വിതരണം ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ സുവിശേഷത്തിന്റെ ഇതും കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും അവർ ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കുന്നുള്ള ഭയം ഞങ്ങളെ വളരെയധികം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് കാരണം ഞങ്ങള് ആ പ്രദേശങ്ങളിലൊന്നും ഒരു ആരാധനയോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ദേശമാണത് അവിടെ. എങ്കിലും ഞങ്ങള് പറഞ്ഞു, നമുക്കിപ്പോ എന്താ പറയാ, സ്വകാര്യമായിട്ട് മാത്രം ഇത് വെക്കാം. ഇത് ഞങ്ങൾ ഇവനോട് ഇതെല്ലാം ഷെയർ ചെയ്തു. ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് ഇതായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇത് നമുക്ക് മുന്നിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നമ്മൾ മാത്രം അറിയുന്ന ഒരു അനുഭവമായിട്ട് തന്നെ ഇത് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടെയുള്ള വേറൊരു ട്രൈബിൽ ഒരു ദേവദാസനെ ഞങ്ങൾ കാണുവാനായിട്ട് ഇടയായി. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ താമസിക്കുന്ന വില്ലേജിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറി അവിടെ ഒരു ചെറിയ ചർച്ച ഉണ്ട് എന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഇവരെ ആ ചർച്ചിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങളും ഇവനും സൺഡേയിലെല്ലാം ആ ചർച്ചിൽ ആരാധനയ്ക്ക് പോകാനായിട്ട് തുടങ്ങി. അവിടെ അതൊരു വേറെ ട്രൈബാണ്. അപ്പൊ അവരുടെ കൂടെ ഞങ്ങൾ ഇവരെയും കൊണ്ടുപോയി ഞങ്ങൾ അങ്ങനെ ആരാധനയ്ക്ക് പോകാനായിട്ട് തുടങ്ങി. അതാണ് ഫസ്റ്റ് ഞങ്ങളുടെ കൂട്ടായ്മയും ആരാധനയും തുടങ്ങാനായിട്ട് ഇടയായത്. അത് കഴിഞ്ഞ് ഇവര് വചനത്തിൽ ഓരോ ദിവസവും ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇവരെ വിളിച്ചിരുത്തി ദൈവവചനത്തിന്റെ കൂടുതലായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും ആ ദൈവവചനത്തിന്റെ ആ മഹാത്മ്യത്തെ കുറിച്ച് അവര് ഭയങ്കര ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടി ഇത് കേൾക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ദൈവം ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ പിന്നീട് ഉണ്ടാകുന്നതെല്ലാം ബാക്കി എല്ലാം ഒരു വളരെ ദുരന്തകരമായ അവസ്ഥകളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അവര് സത്യങ്ങൾ അവര് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഇനി മരണത്തിന് ശേഷം ചെയ്യുന്ന ക്രിയകള്, മന്ത്രവാദങ്ങള് ഇതെല്ലാം തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാക്കുകയും അവർ പറഞ്ഞു, ഞങ്ങൾ ഇനി ഇതിലേക്കൊന്നും ചെയ്യില്ല, ഞങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കണം, ഞങ്ങൾക്ക് ഈ ജീവിതം ചെയ്യാൻ ഇങ്ങനത്തെ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, തിരിച്ചിനി ഞങ്ങൾ ആ ഒരു അനുഭവത്തിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ പറയുകയും അങ്ങനെയാണ് അവിടെ ചർച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇടയായത്. അങ്ങനെ 2, 3 ആമ്പിള്ളാരായിരുന്നു. അവരെ വെച്ചാണ് ഞങ്ങൾ ഇത് തുടങ്ങുന്നത്. പിന്നീട് ഉണ്ടാകുന്നതെല്ലാം വളരെ ദുഷ്കരമായ അനുഭവങ്ങളായിരുന്നു ഞങ്ങൾക്കുണ്ടായത്. വില്ലേജുകാരെല്ലാം വളരെ പ്രശ്നത്തിലായി. അവര് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്ന് പോകണം, ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന്. അതിന്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഈ ഭവനം പണിയാനായിട്ട് ഇടയായത്. അതിന്റെ ഒരു ഹാഫ് വേ ആയുണ്ടായുള്ളൂ. അപ്പോഴത്തേനും ഈ ഒരു അനുഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പെട്ടെന്ന് തന്നെ അന്ന് രാത്രി തന്നെ ഞങ്ങൾ മാറി. അത് കഴിഞ്ഞ് ഇവര് വന്ന ആ 3 പേരെയും അവര് വളരെയധികം ക്രൂരമായി അവരോട് ഇടപെടുകയും മറ്റു വില്ലേജുകളിൽ നിന്ന് ആളുകളെ കൂട്ടി വരുത്തുകയും അവരൊരു
സമ്മേളനം അവിടെ സംഘടിപ്പിക്കുകയും അത് ഒരു 7 വില്ലേജിൽ നിന്നാണ് ആളുകളെ വരുത്തിച്ചതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ അവർ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, ഈ വീട്ടുകാരോടും പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് 2 നേരം, ഇവിടെ 2 നേരമാണ് ആഹാരം കഴിക്കുന്നത്, ഇവർക്ക് ആഹാരം കൊടുക്കണം. പണിഷ്മെന്റ് ആയിട്ട് 2000 റുപ്പീസ്. അന്ന് 2000 റുപ്പീസ് എന്ന് പറയുന്നത് അവർക്ക് വളരെ വിലപ്പെട്ട ഒരു 2 ലക്ഷത്തോളം വില, നമ്മൾ ചിന്തിക്കുന്ന 2 ലക്ഷത്തിന്റെ അത്രയും വരുന്ന ഒരു വിലയുള്ള പൈസയാണ് അവർക്ക് 2000 രൂപ എന്ന് പറയുന്നത്. ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 60 രൂപ 50 രൂപയാണ് ഇവിടുത്തെ കൂലി എന്ന് പറയുന്നത്. അപ്പൊ ഈ 2000 രൂപ ഉണ്ടാക്കണമെങ്കിൽ അവർ എത്ര ദിവസം ജോലി ചെയ്തെങ്കിലാണ് അവർക്കത് കിട്ടുക. അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവത്തിൽ ഇരിക്കുന്നവർക്ക് 2000 രൂപ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര പൈസയായിരുന്നു. എങ്കിലും അവരത് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി അവർക്ക് ആ പണിഷ്മെന്റ് ആയിട്ട് കൊടുത്തു. എന്നാലും അവര് അവരോട് പറഞ്ഞത്, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു വന്നില്ല എങ്കിൽ നിങ്ങൾ കഠിനമായ ഇതിലൂടെ എല്ലാം പോകേണ്ടി വരും എന്ന് പറഞ്ഞു. ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വില്ലേജ് വിട്ടു പോയിക്കോളാൻ പറഞ്ഞു. ഈ ട്രൈബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ ഛത്തീസ്ഗഡിൽ കൂടുതലും ട്രൈബ്സ് തന്നെയാണ്. പക്ഷെ ഇവര് വളരെ പ്രിമിറ്റീവും മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരുമായതുകൊണ്ട് ഇവർക്ക് മറ്റുള്ള ആളുകളുടെ കൂടെ താമസിക്കാനൊന്നും പറ്റില്ല. കാരണം ഇവിടെയുള്ളവരാരും ഈ കാളയോ പോത്തിനെയോ കഴിക്കാത്തവരാണ്. ആരും കഴിക്കില്ല. പക്ഷെ ഞങ്ങളുടെ ട്രൈബ്സ് കഴിക്കും. കാരണം ഇവർക്ക് ആഹാരത്തിന്റെ ദാരിദ്ര്യമാണ് ഇവരെ അത് കഴിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. ഈ മൃഗങ്ങളെല്ലാം ചത്തു കഴിയും, ചാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ കാട്ടിൽ പോയി ഇവര് അമ്പ് ചെയ്ത് അങ്ങനെ കഴിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. കൂടാതെ അവരുടെ അടുത്ത സറൗണ്ടിങ്സിൽ കാളയോ പോത്തോ ചാകുമ്പോൾ ഇവരെയാണ് ഏൽപ്പിക്കുന്നത് അത് കൊണ്ട് കുഴിച്ചിടാനായിട്ട്. പക്ഷെ ഇവരുടെ ദാരിദ്ര്യത്തിന്റെ ആ കാഠിന്യാവസ്ഥ കാരണം അവർ കുഴിച്ചിടില്ല, അവരത് കഴിക്കും. അങ്ങനെ കഴിച്ച് അവർക്ക് ശീലമുള്ളത് കൊണ്ട്, ഇത് മറ്റുള്ള ട്രൈബ്സിനെല്ലാം അറിയാവുന്നത് കൊണ്ടും ആരും ഇവരെ അവരുടെ ഹാൻഡ് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാനോ ഒന്നും തന്നെ സമ്മതിക്കില്ല. അത്രമാത്രം ഇവരെ വേറിട്ട് നിർത്തിയിരിക്കുന്ന ഒരു ട്രൈബ്സ് ആണ്. അപ്പൊ ഇവർക്ക് വേറെ ഒരു ആളുകളുടെ കൂടെ, ഇവരെ ഈ വില്ലേജിൽ നിന്നൊക്കെ പുറത്താക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കൂടെ ജീവിക്കാനോ അതിനുള്ള ഒരു അനുഭവം അവർക്ക് പറ്റില്ല. ആരും ഇവരെ സ്വീകരിക്കില്ല. അങ്ങനെയെല്ലാം വന്നപ്പോൾ വളരെ പ്രതിസന്ധിയിലായി. എങ്കിലും അവര് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും, ഞങ്ങളുടെ തല പോയാലും ഞങ്ങൾ ഇനി അറിഞ്ഞ സത്യത്തിൽ നിന്ന് പിന്മാറുവാനായിട്ട് ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് പറയുവാനായിട്ട് ഇടയായി. അങ്ങനെയാണ് ഈ കൊടാക്കു ജനങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ വചനം വരുവാനായിട്ടുണ്ടായത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ ഓരോ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി വരുവാനായിട്ട് തുടങ്ങി. ട്രാൻസ്ലേഷന്റെ ഓരോ ട്രാൻസ്ലേഷൻ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത, ഞങ്ങൾ ആദ്യം അതിന്റെ ലാംഗ്വേജ് പഠിച്ച് അതിന്റെ ഗ്രാമർ എല്ലാം സെറ്റ് ചെയ്തു. അതിന്റെ ആൽഫബറ്റ്സ് എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രിമർ ഉണ്ടാക്കി. ആ പ്രിമർ ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോയി എല്ലാ വില്ലേജുകളിലും ഓരോ സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിൽ ഞങ്ങൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതുവരെ പഠിപ്പിക്കുമ്പോൾ ഇവർക്ക് ഇൻട്രസ്റ്റ് വരും പഠിക്കാനായിട്ട്. കാരണം ഡ്രോപ്പ് ഔട്ട്സ് ഒരുപാടുണ്ട്. കുട്ടികൾ ആരും സ്കൂളിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ഹിന്ദി ഒരു ഭാരിച്ച, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാത്ത ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് ഹിന്ദിയിലുള്ള വാക്കുകളും കാര്യങ്ങളും ആകുമ്പോൾ അവർക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ഡ്രോപ്പ് ഔട്ട്സ് ആവുന്നത്. അത് ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ബുക്കുകൾ, ആൽഫബറ്റ്സ് എല്ലാം റെഡിയാക്കി. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇതിൽ നിന്ന് തുടങ്ങുക, അപ്പൊ കുട്ടികൾ തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇത് സ്കൂളുകളിൽ ഇത് എത്തിക്കുവാനായിട്ട് ഇടയായി. അതിനുശേഷം ഞങ്ങൾ ചെറിയ ചെറിയ സ്റ്റോറീസ് ഞങ്ങൾ ചെയ്യാനായിട്ട് ഇടയായി. ഇവരെ കൊണ്ട് തന്നെ, നമ്മുടെ കൂടെയുള്ള കുട്ടികൾ, അവരെയും കൊണ്ട് തന്നെ ഞങ്ങളത് സ്റ്റോറികളെല്ലാം സെലക്ട് ചെയ്ത് അവരെ കൊണ്ട് അത് റെക്കോർഡ് ചെയ്യിപ്പിക്കാനും ആ ലാംഗ്വേജിൽ അത് പറയിപ്പിക്കാനുമായിട്ട് ഇടയാക്കി. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ സ്റ്റോറി ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടാക്കി. വില്ലേജുകളിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഇരിക്കാൻ തുടങ്ങി. ഈ സ്റ്റോറി ഗ്രൂപ്പാണ് പിന്നീട് വലിയ ഒരു വിശ്വാസികളുടെ ഒരു വലിയ സമൂഹം ഞങ്ങളുടെ ഇടയിലേക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായത്. ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയായിരുന്നു ഈ സ്റ്റോറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റോറി കൊടാക്കു ലാംഗ്വേജിൽ അത് പറഞ്ഞപ്പോൾ പ്രായമുള്ളവർ പോലും പറഞ്ഞു, ഇത് ഞങ്ങളുടെ സ്റ്റോറി ആണല്ലോ, ഞങ്ങളുടെ കാര്യങ്ങളാണല്ലോ ഈ പറയുന്നതെന്ന് പറഞ്ഞു. അവർക്ക് വളരെ ആഗ്രഹം തോന്നി.
അങ്ങനെയാണ് ആദ്യ ഫസ്റ്റ് ചർച്ചാണിത്. ഞങ്ങൾ ആ പണിത വീട്ടിൽ ഞങ്ങൾ കൂടിയ ചർച്ചാണിത്. അങ്ങനെ അവിടെ ഇത് കൂടുവാനായിട്ട് ഇടയായി. അതിനുശേഷം പിന്നീട് ഞങ്ങൾ ഇവരുടെ ഇടയിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് മെഡിക്കൽ ക്യാമ്പുകൾ ചെയ്തു. പിന്നെ അവരുടെ ശുചിത്വത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഞങ്ങൾ ചെയ്തു കൊടുത്തു. കാരണം ഇവര് ഒട്ടും തന്നെ ഡ്രസ്സ് ഇവർക്ക് ഒട്ടും ഇല്ലാത്തത് കൊണ്ട് ശുചിത്വം, പിന്നെ വെള്ളത്തിന്റെ ദാരിദ്ര്യ നിമിത്തം ഇവർക്ക് കുളിക്കുകയോ അങ്ങനെ യാതൊരു വിധമായിട്ടുള്ള അങ്ങനെയുള്ള ഹൈജീൻ വളരെ കുറവായതുകൊണ്ട് അതും ഞങ്ങൾ ഇവരെ പഠിപ്പിക്കാനും എങ്ങനെ ഹൈജീനായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് ഞങ്ങൾ ഇവരെ കൊണ്ടുവന്നു. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് പൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ദൈവം തന്നെ ആ ഹാൻഡ് പൈപ്പ് ഞങ്ങൾ വെച്ച വീട് അതിന്റെ സൈഡിലുണ്ട്. ദൈവം അവിടെ കൊണ്ട് തന്ന ഒരു ഹാൻഡ് പൈപ്പാണത്. അതിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അത് സ്കൂളാണ് ആ കാണുന്നത്. ഇതുപോലെ ഞങ്ങൾ ഒരു ട്രെയിനിങ്ങിന് പോയി. അപ്പോൾ ഞാൻ അവിടെ ഒരു ആന്റി ഇങ്ങനെ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ഒരു ആന്റിയുടെ ടെസ്റ്റ് മണി ഞാൻ ഇങ്ങനെ കേട്ടു. അവർ ഓരോ ട്രെയിനിങ്ങിന് വന്നു പോകുമ്പോൾ അവരുടെ വില്ലേജിൽ കറണ്ട്, അതുപോലെ വെള്ളം, ഇങ്ങനെ പല പല അനുഭവങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ തോന്നി, കർത്താവെ, ഞങ്ങളും ഓരോ ട്രെയിനിങ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ എനിക്കും ഇതുപോലുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഈ കർത്താവെ, എന്ത് നല്ലതായിരുന്നു. ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആഗ്രഹിച്ചത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അന്നത്തെ ആ ട്രെയിനിങ് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് സ്കൂളിന്റെ പേരിൽ അവിടെ ഒരു ഹാൻഡ് പൈപ്പ് വരുന്നതായിട്ട്. അത് വളരെ അത്ഭുതം പോലെ തോന്നി ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഹാൻഡ് പൈപ്പ് വന്നപ്പോൾ ഞങ്ങൾ അതെല്ലാം അവിടെ ആ വെള്ളം എല്ലാം പോകുന്ന ഒരു ചാലും എല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ തന്നെ അത് സിമെന്റ് ചെയ്ത് അവർക്കത് കാണിച്ചു കൊടുത്ത് അങ്ങനെ വളരെ വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കാനായിട്ട് എല്ലാം ഇടയായി. അതിങ്ങനെ ഓരോ ദിവസവും നമ്മൾ വളർന്നുകൊണ്ടിരുന്നു. പിന്നെ ഇവര് ട്രൈബ്സ് ആയതുകൊണ്ട് മ്യൂസിക്, ഡാൻസ് ഇതെല്ലാം ഇവരുടെ ജീവിതത്തിൽ ഇവരിൽ നിന്ന് വിട്ടുമാറാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് പാട്ടുകൾ ഇവരുടെ കൾച്ചറൽ സോങ് തന്നെ അവരുടെ രീതി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ സോങ്സ് ഉണ്ടാക്കി ഇവരിലേക്ക് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ദൈവവചനം ഇവരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് കഴിയും. കാരണം നമ്മൾ നമ്മുടെ നാട്ടിൽ പ്രസംഗിക്കുകയോ അതുപോലെ ഒന്നും നമുക്ക് ഇവരുടെ അടുത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് അതൊന്നും മനസ്സിലാകാനായിട്ട് പറ്റില്ല. പക്ഷെ ഇങ്ങനെ മ്യൂസിക്, ഇങ്ങനെ സ്റ്റോറീസ്, ഇതിലൂടെയെല്ലാം ഇവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു ശേഷിയുണ്ട്, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ മ്യൂസിക് ഇവരിൽ വളരെ ഇത് ചെലുത്താനായിട്ട് ഇടയായി. ഈ പാട്ടുകളെല്ലാം ഇവരുടെ ഇടയിലേക്ക് ചെന്നപ്പോൾ അത് അവര് പാടാനും അതിന്റെ അർത്ഥം, ആ മീനിങ്ങൾ ഇതെല്ലാം ഞങ്ങൾ വാക്യങ്ങൾ വെച്ചാണ് ചെയ്തത്. അപ്പം ഓരോ ബൈബിൾ വേഴ്സ് ആണ് ഇത് ഈ പാട്ടുകൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചത്. അങ്ങനെ ആ ബൈബിൾ വാക്യങ്ങൾ ഇവരുടെ ഹൃദയത്തിലേക്ക് തറയ്ക്കാനും അത് പാട്ടുരൂപത്തിൽ ഇവർക്ക് അത് ചെയ്യാനായിട്ട് എല്ലാം സഹായിച്ചു. അത് കഴിഞ്ഞ് 2014 ജീസസ് ഫിലിം ഞങ്ങളത് കൊടാക്കു ലാംഗ്വേജിലേക്ക് അത് ഡബ് ചെയ്യാനായിട്ട് ഇടയായി. അത് ഒരു നല്ല ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. പല വില്ലേജുകളിലും ഞങ്ങൾ ഇത് കൊണ്ടുപോയി കാണിക്കുകയും ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഇവർക്കത് മനസ്സിലാക്കി കൊടുക്കുവാനും എല്ലാം ഇടയായി. അടുത്ത് ഈ നക്സലൈറ്റ്സ് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരു ദേശമാണ് ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഭീംറാം കൊടാക്കു എന്ന് പറയുന്ന ഒരാളായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ഒരു നക്സലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത്. ഞങ്ങൾ 2005 വന്നു. 2007 ഈ പുള്ളി മരിക്കുവാനായിട്ട് ഇടയായ ഒരു അപകടത്തിൽ. അതിനുശേഷം ഈ ഭീംറാവ് കൊടാക്കുവിന്റെ മരണത്തിന് ശേഷം നക്സലിന്റെ പ്രവർത്തനം വളരെയധികം ശാന്തമാവുകയും അവിടെ അതൊരു എന്താ പറയാ, ആ പുള്ളിയുടെ പ്രഭാവമായിരുന്നു ഭയങ്കരമായിട്ട് അവിടെ ആളുകളെ ഇതിലേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പുള്ളിയുടെ മരണത്തിന് ശേഷം അത് വളരെ നിശ്ചലമാവുകയും എല്ലാം തീരുവാനായിട്ട് ഇടയായി. ഞങ്ങൾ ഛത്തീസ്ഗഡ് നോർത്ത് ഭാഗത്താണ്. അപ്പൊ നോർത്തില് ഉള്ള ഈ മാവോയിസ്റ്റുകളുടെ ഈ ഒരു അനുഭവം ഇവിടെ വളരെ കുറവാണ് ഇപ്പോൾ. പക്ഷെ സൗത്തിൽ ഇപ്പൊ കുറച്ചുണ്ട്. എങ്കിലും വളരെ പണ്ടത്തേതിനെക്കാട്ടിലും വളരെ കുറഞ്ഞ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. പിന്നെ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തു. കുട്ടികൾ സ്കൂളിൽ ഞങ്ങൾ കൊടുത്തു, പ്രിമർ എല്ലാവർക്കും കൊടുത്തു, അക്ഷരങ്ങൾ ഇവരെ പഠിപ്പിക്കാൻ പറഞ്ഞു, വേർഡ്സുകൾ കൊടുത്തു ഇവർക്ക്. അപ്പോൾ പുറത്തു നിന്ന് ഒരു ടീച്ചറാണ് എല്ലാവർക്കും 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെയാണ് ആ സ്കൂളിലുള്ളത്. എല്ലാവർക്കും കൂടി വേണ്ടി ഒരൊറ്റ ടീച്ചറാണ്.
അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇവർക്ക് വേണ്ടി ഒരു ലേണിംഗ് സെന്റർ തുടങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിൽ ഈ വേർഡ്സുകൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ ഇവരെ അവിടെയുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇടയായി. അങ്ങനെ 5ാം ക്ലാസ്സിന് ശേഷം ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന ആളുകളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ അവിടെ ഞാൻ പറഞ്ഞ ഒരു റോമൻ കാത്തലിക് ചർച്ച് ഉണ്ട്, അവർക്കൊരു സ്കൂളുണ്ട്, അവിടോട്ട് കൊണ്ടുവിടണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്കൂളിൽ കൊണ്ട് ചേർക്കുകയും ഇന്ന് ഏറ്റവും ടോപ്പായിട്ട് ആ സ്കൂളിൽ പഠിക്കുന്നത് കൊടാക്കു കുട്ടികളാണ്. അത് വളരെ സന്തോഷമാണ് ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ. ഒരു കാലത്ത് ഡ്രോപ്പ് ഔട്ട്സ് ആയിരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് വളരെ കൃത്യമായിട്ട് തന്നെ അവരുടെ കാര്യങ്ങൾ പഠിക്കുകയും അവർക്ക് പഠിക്കാനായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. ഞങ്ങളെ ഈ മിനിസ്ട്രിയിൽ ഞങ്ങൾ പിന്നീട് ഓരോ വർഷവും ഞങ്ങൾക്ക് ബൈബിൾ കോളേജുകളിൽ നിന്ന് അങ്ങനെ വൈവാമ് അങ്ങനെ പല ആളുകൾ ഞങ്ങളുടെ അടുത്ത് വരികയും ഈ മിനിസ്ട്രിയിൽ ഞങ്ങളെ വളരെ സഹായിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ബൈബിൾ ട്രാൻസ്ലേഷൻ ഇതിന്റെ കൂടെ എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. 2020 ഞങ്ങൾ ബൈബിൾ ട്രാൻസ്ലേഷൻ ന്യൂ ടെസ്റ്റമെന്റ് ഞങ്ങൾക്ക് തീർക്കാനായിട്ട് ദൈവം സഹായിച്ചു. ആ സമയത്ത് കൊറോണ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തപ്പോഴാണ് ഈ കൊറോണയുടെ ഒരു അനുഭവം ഉണ്ടായത്. ഇതെങ്ങനെ ഇനി ഇത് ആളുകളുടെ കൈകളിലേക്ക് ഞങ്ങൾ എത്തിക്കും എന്നുള്ള ഒരു വളരെ ഭാരം ഞങ്ങളെ അലച്ചു. എങ്കിലും ഒരു ലോക്ക്ഡൗൺ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു 15 ഡേയ്സ് ഒരു ഗ്യാപ്പ് തന്നായിരുന്നു. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രീഡം എടുക്കാം എന്ന് പറഞ്ഞ് നമുക്കൊരു 15 ഡേയ്സ് ഒരു അവധി തന്നായിരുന്നു. ആ 15 ഡേയ്സിന്റെ ഉള്ളിലാണ് ഞങ്ങൾ ഈ ബൈബിൾ എല്ലാം ഇത് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഇടയായത്. അതിൻ്റെ ഇടയിൽ നിന്ന് നാട്ടിലാണ് ഇത് ഞങ്ങൾ പ്രിന്റ് ചെയ്യിപ്പിച്ചത്. നാട്ടിൽ നിന്ന് കൊറിയർ വഴി അംബികാപൂർ എന്ന് ഹെഡ് ക്വാർട്ടർ ആണ്, അവിടെ വന്നു. പക്ഷേ ഈ ഹെഡ് ക്വാർട്ടറിൽ നിന്ന് ഇത് ഞങ്ങളുടെ വില്ലേജിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ പിന്നെ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു. കാരണം എല്ലാ ചോക്കിലും ചെക്കിംഗ് ആണ്. വണ്ടി പോകുന്ന എല്ലാ വണ്ടികളും അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, കർത്താവേ, ഞങ്ങളുടെ വണ്ടി നിറച്ച് ഈ ബൈബിളാണ്. അപ്പൊ ഇവരിത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇത് എന്താണെന്ന് പറയും. അവരിത് തുറന്നു നോക്കുമ്പോൾ ഇത് മൊത്തം ബൈബിളാണ് കാണുക. ഇത് മൊത്തം പ്രശ്നമാവില്ല കർത്താവ്, ഇതെങ്ങനെ ഞങ്ങൾ വില്ലേജിൽ ഈ 50 കിലോമീറ്റർ ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന വളരെ ഭാരം ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് ഞങ്ങൾ പോകുന്ന ആ സമയത്ത് ഒരു ചോക്കിലും ഞങ്ങളെ ഇത് ചെക്ക് ചെയ്യാനോ ഞങ്ങളുടെ വണ്ടി പിടിക്കപ്പെടുവാനോ ഒന്നും തന്നെ ഇടയായില്ല. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഇത് വില്ലേജിൽ ഞങ്ങളുടെ ആ കെട്ടുകളെല്ലാം എത്തിക്കാനും അത് ഓരോ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ ബൈബിള് എത്തിച്ചു കൊടുക്കാനും ഞങ്ങളെ സഹായിച്ചു. അപ്പം വായന പഴയ ആളുകൾക്കൊന്നും വായിക്കാനോ എഴുതാനോ അറിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇത് ബൈബിള് വായിക്കാൻ മാത്രമല്ല, ഞങ്ങൾ ഇത് ഓഡിയോ ബൈബിളുകളായിട്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു. ഇവരിലേക്ക് ഈ ഓഡിയോ ബൈബിളുകൾ ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് വഴി ഇവർക്ക് അത് ഓൺ ചെയ്യുമ്പോൾ ഇവർക്ക് ഈ ഓരോ വാക്യങ്ങൾ കേൾക്കാനായിട്ട് പറ്റും. ഇവര് വളരെ ട്രൈബ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ട് പഠിക്കാൻ ഭയങ്കര കഴിവുള്ളവർ. വായിച്ചു പഠിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്ന മനസ്സിലാക്കാനോ ഇവർക്ക് ബുദ്ധിമുട്ട് ഉണ്ട്. എങ്കിലും അവർക്ക് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ആ കേൾക്കുന്നത് അവരുടെ ഓർമ്മയിൽ നിൽക്കുകയും അത് പഠിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര കഴിവുണ്ട്. ഇതിനൊരു ഇതെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം. ഞങ്ങൾ ആദ്യ നാളുകളിലൊക്കെ ഈ യൂത്ത് മീറ്റിങ്ങുകൾ നടത്തുമായിരുന്നു. അതിനകത്ത് ഒരു പുള്ളിക്കാരത്തി ഒട്ടും തന്നെ ഒന്നും സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു ലേഡിയാണ്. ഞാൻ എപ്പോഴും ആ പുള്ളിക്കാരത്തിയെ വിളിച്ച് എൻ്റെ അടുത്ത് ഇരുത്തുകയും എൻ്റെ കൂടെ കൊണ്ട് നടക്കുകയും. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, ഞാൻ 3 പ്രാവശ്യം പറയാം, നീ അത് കേട്ട് നോക്ക്, നിനക്ക് പറ്റുമെങ്കിൽ നീ തിരിച്ചു പറയണം എന്ന് പറഞ്ഞു. ഞാൻ ആ പറഞ്ഞ പോലെ 3 പ്രാവശ്യം ഞാൻ നമ്മുടെ ബൈബിളിലെ ഓരോ പുസ്തകങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തു. 4ാമത്തെ പ്രാവശ്യം പുള്ളിക്കാരെത്തി അതിന്റെ പകുതി മുക്കാലും നമ്മളുടെ ബൈബിളിന്റെ പേരുകൾ എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞു. എനിക്ക് ഭയങ്കര അത്ഭുതം പോലെ തോന്നി. ദൈവം എത്രമാത്രം അവരെ കേട്ട് കഴിയുമ്പോൾ അത് മനസ്സിലാക്കാനും എത്രമാത്രം ദൈവം ഇവരെ സഹായിക്കുന്നുണ്ടെന്നുള്ളതും അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ സ്റ്റോറി ഫെലോഷിപ്പ് കൂടുമ്പോഴെല്ലാം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈ സ്റ്റോറീസ് ചെല്ലുമ്പോഴെല്ലാം ഓരോ ദിവസവും ഓരോ വില്ലേജുകളിൽ അത് അവരെ ചേഞ്ച് ചെയ്യാനായിട്ട് എല്ലാം ഇടയാക്കി. ഇത് ഞങ്ങളുടെ കൂടെയുള്ള ദേവദാസന്മാരാണ്. ഈ കൊടാക്കു ട്രൈബ്സിനെ മാത്രം ഫോക്കസ് ചെയ്താണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 20ഓളം പാസ്റ്റേഴ്സ് ഞങ്ങളുടെ കൂടെയുണ്ട്. അവരാണ് ഇപ്പോൾ
വരുമ്പോൾ ഇതിനെല്ലാം മുൻകൈ എടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇവര് വളരെ ആഗ്രഹത്തോടും ഇവരുടെ ജാതി ടോട്ടൽ ഈ 1,00,000 പേരും ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരണമെന്നുള്ള ഒരു ആഗ്രഹം അവരുടെ ജീവിതത്തിലുണ്ട്. ഇവരെവിടെയെല്ലാം താമസിക്കുന്നുണ്ടോ അവിടെയെല്ലാം കടന്നുപോയി ഈ മാറ്റമില്ലാത്ത ഈ ദൈവവചനം അവരുടെ ഹൃദയങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു. പലപ്പോഴും അന്ധത വന്ന് മൂടുമ്പോഴും ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോഴെല്ലാം ഞങ്ങൾ വിചാരിക്കും ഇവിടം വെച്ച് ഇത് നിന്നു പോകും, ഇത് തീർന്നു പോകും, ഇവരെല്ലാം പിന്മാറിപ്പോകുമെന്ന് ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചു. പക്ഷെ ഓരോ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴെല്ലാം അവര് ആ ദൈവവചനം അവരെ ഓരോ ദിവസവും അവരെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു. എന്താ പറയാ, അവരെ ഓരോ ദിവസവും അതിനെ ആ പ്രത്യാശയുടെ അത് വാക്യങ്ങള് അവരിലേക്ക് കടന്നു വരികയും അവരത് ഞങ്ങളെ അവര് പലപ്പോഴും ബലപ്പെടുത്തിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും മാനസികമായിട്ട് ഇടിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകുമ്പോഴെല്ലാം അവര് ഞങ്ങളെ ബലപ്പെടുത്തും. ഇല്ല, ഇതിലൊന്നും നമ്മൾ തകർന്നു പോകില്ല, ഇനി നമ്മൾ ശക്തമായി തന്നെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും, ഇതിലും വലിയ അപകടങ്ങളെ നമ്മൾ തരണം ചെയ്തവരാണ്, നമ്മൾ ഇവിടെ ഒന്നും ക്ഷീണിച്ചു പോകരുത്, ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും ഞങ്ങളെയും ഇവർ എൻകറേജ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു കെട്ടായി ഒരു ഒറ്റ ഇതായി ഞങ്ങൾക്ക് മുന്നേറാനായിട്ട് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ സഭയുടെ വളർച്ച ശക്തമായിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പ്ലസ് ടു കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ്. അതിന്റെ കൂടെ കുറച്ച് പ്ലസ് ടു ഡ്രോപ്പ് ഔട്ട്സ് കുറച്ച് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങളെ നാട്ടിലേക്ക് ഇവരുടെ പാരന്റ്സിന്റെ നിർബന്ധപ്രകാരം ബൈബിൾ സ്കൂളിൽ കൊണ്ടുപോയി ഇവരെ കുറച്ച് വചനങ്ങളൊക്കെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അവരുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ എറണാകുളത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയാണ് ഇതെല്ലാം ലീക്ക് ഔട്ട് ആയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ നിന്ന് ഒരു ഹോൾ ഡേ ബസ് ട്രാവൽ ഉണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ കിട്ടുകയുള്ളൂ. അങ്ങനെ ബസ്സിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. ഇവരെ രാവിലെ കൊണ്ടുവന്ന് നമുക്ക് രാവിലത്തെ ബസ്സിൽ കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട് ഇവരോട് തലേദിവസം ഈ കുഞ്ഞുങ്ങളോടെല്ലാം വരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇവര് തലേദിവസം ഇവിടെ വന്നു, ഞങ്ങൾ താമസിക്കുന്ന ഈ വീട്ടിൽ താമസിപ്പിച്ചു. ടിക്കറ്റ് എടുത്തു, ബസ്സിൽ കയറി. എൻ്റെ ഹസ്ബൻഡും ഈ കുഞ്ഞുങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെ ഇതെല്ലാം ലീക്ക് ഔട്ട് ആയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ബസ് അന്ന് ഇവർ ഒത്തിരി ലേറ്റ് ആയി ബസ് കിട്ടാനും എല്ലാം. ഓടി ഓടിയാണ് ഇവർ ഈ ബസ്സിലേക്ക് കയറുന്നത് തന്നെ. ബസ്സുകാരിങ്ങനെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു, നിങ്ങളെ കണ്ടില്ലല്ലോ, വന്നില്ലല്ലോ എന്ന്. ഇവർ ഓടി ബസ്സിൽ കയറി കുറച്ചു ദൂരം ബസ് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ആളുകൾ വന്ന് മഫ്റ്റിയിലായിരുന്നു. അവർ മഫ്റ്റിയിലായിരുന്നത് കൊണ്ട് ഇത് പോലീസായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. വളയാനായിട്ട് ഇടയായി. അവർ വളഞ്ഞപ്പോൾ പെട്ടെന്ന് എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. പിന്നെ നോക്കുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷനാണ്. ബസ് മൊത്തത്തിൽ ആ യാത്രക്കാരെ വെച്ചുകൊണ്ട് ആ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് മനസ്സിലായി ഇത് വേറെ ഒരു പ്രതിസന്ധിയാണെന്നുള്ളത്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെയെല്ലാം ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ തന്നെ അവരുടെ അഫിഡവിറ്റ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ പാരന്റ്സിന്റെ കൺസെന്റോട് കൂടി തന്നെയാണ്, അവരുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഇതെല്ലാം ഇവരെ കൊണ്ടുപോകുന്നതും ഇവരെ ചെയ്യിപ്പിക്കുന്നതും എന്നുള്ള ആ ഒരു തഹസീൽദാറിന്റെ സൈനോട് കൂടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. ഇതെല്ലാം കാണിച്ചു. എങ്കിലും ആ പോലീസുകാർ പറഞ്ഞു പറ്റില്ല, ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല, നിങ്ങൾ ചെയ്യുന്നത് മതപരിവർത്തനമാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വളരെ വേദനിപ്പിക്കുകയും അവിടെ കൊണ്ടുപോയി 3 ദിവസം എൻ്റെ ഹസ്ബൻഡിന് അവിടെ ജയിലിലിടുകയും ചെയ്തു. അപ്പൊ ഇവര് വരുന്ന ബസ്സിൽ കയറിയെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. പിന്നീട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുറെ ഫോറസ്റ്റ് ആണ്, അപ്പൊ ഫോറസ്റ്റ് ആയതുകൊണ്ട് ഫോൺ വിളിക്കുമ്പോൾ കിട്ടാത്തതാണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബൈബിൾ ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്യുന്ന വിജയാണല്ലോ ഞങ്ങളുടെ ആദ്യത്തെ ബിലീവർ, വിളിച്ചു. ദീദി ബയ്യ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിളിച്ചിട്ട് കിട്ടുന്നില്ലടാ, ചിലപ്പം ജംഗിൾ ഏരിയയിലാണ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും നമുക്ക് കിട്ടാത്തതെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഫോൺ വെച്ചു. പിന്നെയും അവൻ രണ്ടാമത് എന്നെ വിളിച്ചു, ദീദി ബയ്യനെ വിളിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കിട്ടുന്നില്ല, ഞാൻ വിളിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, പോലീസിലെ പിടിച്ചു, സ്റ്റേഷനിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു നീ എങ്ങനെ അറിഞ്ഞു? വന്ന കുട്ടികളുടെ പാരന്റ്സിനെ എല്ലാം വിളിപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ഒരു വളരെ ഭയവും ഭീതി കയറി. ഞാൻ നാട്ടിലാണ്,
എന്ത് ചെയ്യും ഇനിയിപ്പോ, എന്താണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ ഒരു ആന്ധ്രയിൽ നിന്ന് ഒരു SP ഞങ്ങളുടെ ഈ ഡിസ്ട്രിക്റ്റിന്റെ അടുത്ത ഡിസ്ട്രിക്റ്റിലുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ ആ ഡിസ്ട്രിക്റ്റിലുള്ള ഞങ്ങളുടെ ഒരു സഹോദരനെ ഞാൻ വിളിച്ചു. ഞാൻ ചോദിച്ചു, ആ SP അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ ലിജു പയ്യന് ഇങ്ങനെ പോലീസ് പിടിച്ചു, അപ്പൊ ഒന്ന് സംസാരിക്കാനായിട്ട് പറയണോന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അവൻ ആ ഹോൾ ഡേ ISPനെ ഫോൺ ചെയ്തിട്ട് ആണെങ്കിൽ കിട്ടിയില്ല. വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ ആ പുള്ളിയെ കിട്ടുന്നത്. അപ്പോഴത്തേനും ഇവര് കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കിയായിരുന്നു. ഏതായാലും FIR അവര് ഇട്ടില്ലായിരുന്നു. അതൊരു ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയായിരുന്നു. വൈകുന്നേരം ആയപ്പോഴാണ് ഈ SPയെ കിട്ടുന്നത്. പുള്ളി അപ്പൊ തന്നെ വിളിച്ചു, എന്റെ ആളാണെന്ന് പറഞ്ഞു. എങ്കിലും അവര് പറഞ്ഞു അവർക്ക് പിന്നെ വേറെ ഒന്നും, കാരണം ഈ SP ഇവരോട് സംസാരിച്ചത് കൊണ്ടുള്ള ആ ഒരു ഇതുകൊണ്ട് പിന്നെ അവര് പിന്നെയും അവർ പിന്നീട് FIR ഇടാം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു കാണും. പിന്നെ എന്തായാലും അത് ഇട്ടില്ല. അങ്ങനെ 3 ദിവസം പക്ഷെ അവിടെ വെച്ചു. വളരെ ക്വസ്റ്റ്യനിങ് ചെയ്തു. നിങ്ങൾ എത്ര പേരെ മതപരിവർത്തനം ചെയ്തു? ഇതെല്ലാം വളരെ സ്ക്രൂട്ടണിങ് ആയിട്ടാണ് അവർ ചോദിക്കുന്നത്. അതൊന്നും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല. അതെല്ലാം വളരെ എന്താ പറയാ, ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. അത് കഴിഞ്ഞ് SP എൻ്റെ അടുത്ത് പറഞ്ഞു, ലിജു വളരെ തെറ്റാണ് ചെയ്തത്. ഇത്രയും പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു എന്നുള്ളത് ലിജു അവിടെ പറഞ്ഞു. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി വരുന്നതെല്ലാം നമ്മൾ അനുഭവിക്കേ പറ്റുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് വളരെ ഭാരം തോന്നി. കർത്താവ്, ഇനി ഇനി മനുഷ്യരിൽ നമുക്കിനി ആശ്രയമില്ല. ദൈവം നീയാണ് ഞങ്ങൾക്ക് സഹായമായിട്ടുള്ളതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അത്രയും തന്നെ ചെയ്യാൻ പറ്റിയല്ലോ, അത് മതി എന്ന് പറഞ്ഞു. പക്ഷെ ആ DY സാധാരണ പോലീസുകാരൊന്നും അല്ല ഇതിൽ ഇടപെട്ടത്. DYSP, SP ഇങ്ങനെയുള്ളവരായിരുന്നു. ഈ ഹൈ റേഞ്ചിലുള്ളവരാണ് ഈ ഒരു കേസിൽ അവർ ഇടപെടാനായിട്ട് ഇടയായത്. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ഞങ്ങളുടെ ലാപ്ടോപ്പ്, മൊബൈൽ കയ്യിലുണ്ടായിരുന്നത്, എല്ലാ കാര്യങ്ങളും, വൈഫ് എവിടെയാണ്, മക്കൾ എവിടെയാണ്, നാട്ടിലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും, ഞങ്ങളുടെ ബാങ്കിന്റെ സകല ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും അവരെടുത്തു. പക്ഷെ അതിലൊന്നും എനിക്ക് ഭയമില്ലായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ വലിയ ട്രാൻസാക്ഷനുകളൊന്നും നടക്കാത്തത് കൊണ്ട് എനിക്കറിയാം അതിലൊന്നും അവർക്ക് പിടിക്കപ്പെടാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ബൈബിളുകളാണ് ഞങ്ങളെ വളരെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അത് കാണുമ്പോൾ അവര് മനസ്സിലാക്കും ഞങ്ങൾ ഇതാണ് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ദൈവം അതൊന്നും അവരുടെ കണ്ണിൽ, ഞങ്ങൾ വേറൊരു സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്, അതൊന്നും അവർക്ക് തുറക്കാൻ അറിയില്ല. അതൊന്നും അവർക്ക് തുറന്നു നോക്കാനായിട്ട് ദൈവം അവരെ ഇടയാക്കിയില്ല. ബാക്കിയുള്ള ലാപ്ടോപ്പിലുള്ള മറ്റു കാര്യങ്ങളെല്ലാം അവർ കണ്ടു. എഡ്യൂക്കേഷന്റെ കാര്യങ്ങളെല്ലാം അവർ നോക്കി. ഇത്രയും പഠിച്ച ഒരു വ്യക്തി എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് വന്നത്? നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്കറിയാം, നിങ്ങൾ മതപരിവർത്തനം തന്നെയാണ് ചെയ്യുന്നത് ഒക്കെ എങ്കിലും പറഞ്ഞു. എങ്കിലും ലാസ്റ്റ് അവര് ഇറക്കി വിടും. 3-ാമത്തെ ദിവസം അവര് പറഞ്ഞു, ഞങ്ങൾക്കറിയാം നീ ഒരു നല്ല മനുഷ്യനാണെന്ന്. നിന്നോട് സംസാരിച്ചപ്പോൾ നിന്റെ നിഷ്കളങ്കത്വവും നിന്റെ ആ ഒരു ഇത് ഞങ്ങൾക്ക് മനസ്സിലായി. നീ നല്ല ഒരു ഒരു നല്ല ആളാണെന്നുള്ളത്. കണ്ടിന്യൂ ചെയ്തോ നീ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞ് വിടാനായിട്ട് ഇടയായി. വേറെ യാതൊരു വിധമായ പ്രയാസവും അതിൽ പിന്നെ ഉണ്ടായില്ല. പക്ഷെ കുട്ടികളെ, കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെ അവര് മറ്റേ ഇതിലേക്ക് മാറ്റുകയും അവരെ വളരെ പീഡിപ്പിക്കുക തന്നെ ചെയ്തു. അവരോട് വളരെ ക്രൂരമായിട്ട് തന്നെ ചോദിച്ചു, ഈ പുള്ളി നിങ്ങൾക്ക് എത്ര രൂപ തരുന്നുണ്ട്? നിങ്ങൾ ഈ ക്രിസ്തുമതം സ്വീകരിച്ചതിന് നിങ്ങൾക്ക് എത്ര കാശ് കിട്ടി? ഇതെല്ലാം അവരോട് ചോദിച്ചു. അവര് പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് ഒരു കാശും തന്നു, ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ്, ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് ആ ഭയ്യ ഞങ്ങളെ കൊണ്ടുപോയത്, അല്ലാതെ അവരുടെ ഇഷ്ടത്തിനോ അവരുടെ താല്പര്യപ്രകാരമോ അവര് ഞങ്ങൾക്ക് ഒന്നും തന്നിട്ടോ ഒന്നും അല്ല എന്ന് പറഞ്ഞു. വളരെ ക്രൂരമായിട്ട് അവരെ മർദ്ദിക്കുന്നുള്ള ഒരു അനുഭവം വരെ വന്നു. എന്നിട്ട് പോലും ആ കുഞ്ഞുങ്ങൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കുഞ്ഞുങ്ങൾ ഒരു വാക്ക് മാറ്റി പറഞ്ഞിരുന്നുവെങ്കിൽ ജയിലിന്റെ ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടാകാമായിരുന്നു. പക്ഷെ അവിടെ നിന്നല്ല, ദൈവം വിടുവിച്ചു. ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങള് നടത്തുന്നു. ഞാൻ എന്നോട് ഫാബ് ആന്റി ഇങ്ങനെ പറയാൻ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ മഗ്ദലക്കാരത്തി മറിയയുടെ ഒരു അനുഭവമാണ്. മറിയ 7 ഭൂതബാധ പിടിച്ച ഒരു സ്ത്രീയായിരുന്നു. കർത്താവ് തന്നെ തൊട്ട് കഴിഞ്ഞപ്പോൾ സൗഖ്യമായി. തനിക്ക് വളരെ സൗഖ്യം താൻ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ ക്രിസ്തുവിനോടുള്ള തന്റെ സ്നേഹം എന്ന് പറയുന്നത്, അവൾക്ക് അത് താൻ അനുഭവിച്ച നേരത്തെ താൻ കടന്നുപോയ അനുഭവങ്ങൾ എന്ന് പറയുന്നത്, ഭൂതം തന്നിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ജീവിതമായിരുന്നു താൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്, തനിക്കുണ്ടായിരുന്നത്. അതിൽ നിന്നെല്ലാം താൻ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ ആ ദൈവം എത്രമാത്രം സ്നേഹനിധിയാണെന്നും ആ ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം വലുതാണെന്നും ആ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ആ ക്രൂശീകരണ സമയത്തും ആ ദൈവത്തിന്റെ ആ യേശുക്രിസ്തുവിനോട് കൂടെയുള്ള ആ എല്ലാ മിനിസ്ട്രികളിലും, ഇവൻ
അതിന് മറ്റു സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്, അവർക്കുള്ളതെല്ലാം വിറ്റ് അവരുടെ എല്ലാ സൗകര്യങ്ങളും ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് മുന്നേറുന്ന ഒരു അനുഭവമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. ഈ ക്രൂശീകരണ സമയത്തും ക്രിസ്തുവിനെ വിട്ടില്ല, അപ്പോഴും കൂടെ നിന്നു. കാരണം ആ ദൈവത്തിന്റെ സ്നേഹമാണ്. ആ ദൈവം എത്രമാത്രം തന്നെ സ്നേഹിച്ചു. ഈ വലിയ ഒരു കഷ്ടതയിൽ നിന്ന്, ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ദൈവം തന്നെ വിടുവിച്ചത് എത്രമാത്രമാണെന്ന് ആ മറിയ തന്റെ ജീവിതത്തിൽ അനുഭവിച്ചത് കൊണ്ടാണ് അവൾക്ക് ക്രിസ്തുവിനെ വിട്ട് പിന്നെ ക്രൂശിച്ചു. അത് കഴിഞ്ഞ് അടക്കിയിട്ടും അവളുടെ ഹൃദയം അവിടെ വേദനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അതിലൊന്നും സ്റ്റോപ്പ് ചെയ്തില്ല. പിന്നെയും അവള് ക്രിസ്തുവിനെ കാണണം, അത് പോയി നോക്കണം, എന്താണ് അവസ്ഥ എന്ന് ഓരോ സമയത്തും അവൾ നീറിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് 21-ാം അധ്യായത്തിൽ വായിക്കുന്നത് 20-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാള് മക്തലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറയിൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടത്. ഇരുട്ടുള്ള സമയത്ത് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലാണ്, മറ്റുള്ള സുവിശേഷങ്ങളിലെല്ലാം വെളുപ്പിന് എന്നുള്ള ഒരു ഭാഗമാണ് അവിടെ പറയുന്നത്. അപ്പൊ യോഹന്നാൻ പറയും, ഇരുട്ടുള്ളപ്പോൾ തന്നെ അവളോട് ഓടിച്ചെല്ലണമെങ്കിൽ ആ ദൈവസ്നേഹം എത്രമാത്രം തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ദൈവം തനിക്ക് ചെയ്ത നന്മ അവൾക്ക് മറക്കാനായിട്ട് കഴിഞ്ഞില്ല. ദൈവം തന്റെ ജീവിതത്തിൽ കൊടുത്ത അത്ഭുതത്തെ അവൾക്ക് മറക്കാനായിട്ട് കഴിഞ്ഞില്ല. ആ ദൈവത്തെ വിട്ടുപിരിഞ്ഞ് അവൾക്ക് ഒരിക്കലും ഇനി ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അനുഭവം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അവളെ കൂടുതലായിട്ട് ക്രിസ്തുവിലേക്ക്, ഇനി ഞാൻ എനിക്ക് എങ്ങനെ പറ്റും, ഇനി ക്രിസ്തു ഇല്ലാത്തൊരു ജീവിതം എനിക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെ അവളുടെ മനസ്സിൽ ചിലപ്പോൾ അവളെ ചാഞ്ചാടിക്കൊണ്ടിരുന്ന് കാണും. അതായിരിക്കും ആ രാവിലെ തന്നെ എല്ലാവരും കാണുന്നതിന് മുമ്പ് ഓടിച്ചെന്ന് നോക്കാം എന്തായിരിക്കും അനുഭവം. അവിടെ ചെല്ലുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നില്ല. അത് കഴിഞ്ഞ് അവളുടെ അനുഭവത്തിൽ അത് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, ദൂതൻ പോലെ അവിടെ വന്ന് നിന്ന് അവളോട് പറയുന്നതും, ക്രിസ്തു തന്നെ അവളുടെ അടുത്തേക്ക് വരുന്നതും, അത് കഴിഞ്ഞ് മറിയേന്ന് അവളെ വിളിക്കുന്നതും. അത് യഥാർത്ഥത്തിൽ മറിയേന്ന് വിളിച്ചപ്പോൾ അവൾ അത് തിരിച്ചറിഞ്ഞു, ആ നാഥന്റെ സ്വരം എന്നുള്ളത്. ആ നാഥന്റെ സ്വരം തിരിച്ചറിഞ്ഞ അത് ഡെയിലി അവളുടെ ലൈഫിൽ ഇതൊരു അനുഭവം ഉണ്ടായിരുന്നു. ആ നാഥനുമായിട്ട് അവൾക്ക് ഒരു നല്ല ബന്ധം, ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് മറിയേ എന്ന് വിളിച്ചപ്പോൾ അവൾ തീർച്ചയായിട്ടും അത് തിരിച്ചറിയാനായിട്ട് ഇടയായത്. പ്രിയമുള്ള ദൈവമക്കളെ, നാം ഈ സൂം മീറ്റിംഗില്, ദൈവസഭകളിൽ നമുക്ക് ആയിരിക്കുന്ന ദേശത്ത് എല്ലാം നാം ദൈവവചനം കേൾക്കുകയും ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുത്തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് പേഴ്സണലി നാം ദൈവത്തെ അറിയുന്നവരാണ്. നമ്മൾ ഒരുപാട് മെസ്സേജുകൾ കേൾക്കുന്നവരാണ്. ഇത് 3 വർഷമായി എന്ന് പറഞ്ഞു ആന്റി ഈ സൂം മീറ്റിംഗ് തുടങ്ങിയിട്ട്. നാം ഡെയിലി കേൾക്കുന്നുണ്ട് ദൈവവചനം. പക്ഷെ പേഴ്സണലായിട്ട് ആ നാഥന്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ നാഥന്റെ സ്വരം കേൾക്കുമ്പോൾ, നമ്മളുടെ ഓരോരുത്തരുടെയും പേര് വിളിക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ടോ? എന്റെ പ്രിയനാണ് എന്നെ വിളിക്കുന്നത്, അതെന്റെ പ്രിയനാണെന്നുള്ള ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകാനായിട്ടും പറ്റുന്നുണ്ട്. കാരണം മറിയയുടെ ജീവിതത്തിൽ അത്രമാത്രം ഒരു വലിയ വിടുതല് തനിക്ക് ലഭിച്ചപ്പോഴുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് അത് അവൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണെങ്കിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം വലിയ അനുഭവങ്ങള്, വലിയ വിടുതലുകള്, വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പറയാനായിട്ട് കഴിയും. ഞങ്ങൾ ഇവിടെ ഈ കഴിഞ്ഞ 20 വർഷമായിരുന്നു കർത്താവിന്റെ ദയ ഒന്ന് മാത്രമാണ്. പലപ്പോഴും ഇപ്പോഴും ഞങ്ങളോട് നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങൾ അത് ചെയ്യുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾ അവിടെ എല്ലാം മിണ്ടാതെയിരിക്കും. പക്ഷെ ദൈവം ഈ ജാതികളുടെ, അല്ലെങ്കിൽ ഈ കൊടാക്കു, ഈ ട്രൈബ്സിന്റെ ഇടയിൽ ദൈവം ചെയ്ത ഒരു വലിയ അത്ഭുതം എന്ന് പറയുന്നത്, പൈശാചികമായിട്ട് ബന്ധനത്തിൽ കടന്ന് വളരെ ശക്തമായിട്ട് അന്ധകാരത്തിന്റെ ആ ഒരു കെട്ടില് മൂടിക്കടക്കപ്പെട്ടപ്പോൾ ആരും അവരെ തിരിച്ചറിഞ്ഞില്ല. ആരും അവർക്കുണ്ടായിരുന്നില്ല അവരുടെ കൂടെ. അവരൊരു മാരകമായ ആളുകളാണ്. അവർ മറ്റുള്ളവരെ കൊല്ലുന്നവരാണ്. അവരെ നീക്കി നിർത്തി ഈ കാളയും പോത്തിനെയും കഴിക്കുന്നവരാണ്. ഒരു മറ്റുള്ള ഹാൻഡ് പൈപ്പിൽ നിന്ന് പോലും വെള്ളം എടുത്താല് അനുവദിക്കാത്ത ആളുകളാണ്. പിന്നെ അവരുടെ കൂടെ ഒരിക്കലും കൂട്ടാത്തവരാണ്. എല്ലാത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തി വ്യത്യസ്തമായ ആളുകളായിട്ട് അവരെ കണ്ടപ്പോൾ, പക്ഷെ ഈ ദൈവസ്നേഹം അവരുടെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ, ഇന്ന് അവരെ കാണുമ്പോൾ, ഞാൻ വീഡിയോന്റെ ഇതിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രമാത്രം വ്യത്യാസം അവരുടെ ജീവിതത്തിലുണ്ടായി. അവർക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കണമെന്നായി, അവരുടെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് വിടണമെന്നുള്ളതായി, അവർക്ക് നല്ല ആഹാരങ്ങൾ കഴിക്കണമെന്നുള്ള ഒരു അനുഭവത്തിലേക്ക് വന്നു. ഞങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ ഞങ്ങൾ പാലിന്റെ കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പാൽ കുടിക്കുമെന്ന്, പാലല്ല ചാരായം
ദാരുവാണ് ഇവിടെ എല്ലാവരും കുടിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ദാരു കുടിക്കില്ല എന്ന് പറഞ്ഞു. അയ്യോ, മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ എങ്ങനെ ചാരായം കുടിക്കാതെ ജീവിക്കാൻ പറ്റും? ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ചാരായമാണ് കുടിക്കുന്നത്, അതാണ് കുടിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങളെ അവര് കുറെ ഞങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരികയും ഞങ്ങളെ ഇത് കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതെല്ലാം മാറി പാല് കുടിക്കുന്ന അനുഭവത്തിലേക്ക് അവര് വന്നു. എത്രമാത്രം വ്യത്യാസം ദൈവമാണ്. അപ്പൊ അവര് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇനി കഷ്ടത വരും, ഇനിയും കഷ്ടതയുണ്ട്, അത് വരും. പക്ഷെ ഈ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ വിടുവിച്ച അനുഭവം, ആ അന്ധകാരത്തിൽ നിന്ന് ഈ പ്രകാശത്തിലേക്ക് ഞങ്ങൾ വന്നപ്പോഴുണ്ടായ ഒരു അനുഭവം എത്രമാത്രം വലുതാണെന്ന് ഞങ്ങൾക്കറിയാം. മറിയയുടെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ അവൾക്ക് ക്രിസ്തുവിനെ വിട്ട് നിൽക്കാനായിട്ട് അവൾക്ക് പറ്റില്ല. കാരണം ക്രിസ്തു അത്രമാത്രം അവളില് ആ ഇൻഫ്ലുവൻസ് ചെലുത്തിയത് കൊണ്ട് അവൾക്ക് ആ ഒരു അനുഭവം അവൾക്ക് തീരെ പറ്റില്ല എന്നതുകൊണ്ടാണ് പിന്നീട് പിന്നാലെ ചെന്ന് ആ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കാനും അതിനെല്ലാം ഇടയായത്. ഞങ്ങളുടെ ഈ ട്രൈബ്സും അതുപോലെ തന്നെയാണ്. ഒരു പറയും കഷ്ടത വരും നമ്മളുടെ ഇടയിൽ, നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷെ ദൈവവചനം നമുക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് നമ്മളിത് വായിച്ച് നമ്മളിത് മനസ്സിലാക്കി നിന്ന് പഠിച്ച് നമ്മൾ മുന്നോട്ട് ക്രിസ്തുവിന്റെ വരവോളം വിശ്വസ്തയോടെ നമുക്ക് ജീവിക്കണം. നമ്മൾ ക്രിസ്തു നമുക്ക് വേണ്ടി എത്രമാത്രം കഷ്ടം സഹിച്ചു, നമുക്ക് വേണ്ടി എത്രമാത്രം വേദന സഹിച്ചു, നമുക്ക് വേണ്ടി എത്രമാത്രം അവൻ ഒരു പാപം ചെയ്യാത്ത ആ കാൽവറിയില് ആ ക്രൂശ് മരണം അവൻ ഏൽക്കുമ്പോൾ എത്രമാത്രം വേദന അനുഭവിച്ചു. നമ്മൾ അതിന്റെ പകുതി പോലും നമ്മൾ വേദനിക്കുന്നില്ല. ഇന്ന് ഇവര് ഓരോ കടകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും ഞങ്ങൾ കൊടാക്കോ എന്ന് പറയുമ്പോൾ അവർ അത്ഭുതപ്പെടാറുണ്ടെന്ന് പലപ്പോഴും ഞങ്ങളോട് സാക്ഷ്യം വരാറിയാണ്. നിങ്ങൾ ഈ ഉടുപ്പൊക്കെ എങ്ങനെ ഇട്ടു, നിങ്ങളെ ആര് ഇതൊക്കെ പഠിപ്പിച്ചു എന്ന് പലപ്പോഴും അവരോട് ചോദിക്കാറുണ്ട്. ഞങ്ങൾ വിശ്വസിക്കില്ല, നിങ്ങൾ കൊടാക്കുക എന്ന് പറയും. അന്ന് അവർ കുളിക്കാത്തവര്, വളരെ ശോചനീയമായ അവസ്ഥയിൽ കടന്ന് ഇന്ന് അവരുടെ വ്യത്യാസം, ഇതെല്ലാം ക്രിസ്തുവിന്റെ സ്നേഹത്തിന് മാത്രമേ പറ്റുള്ളൂ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. ആ വചനത്തിന്റെ യഥാർത്ഥമായ മീനിങ് ഞാൻ ഈ ട്രൈബ്സിന്റെ ഇടയിൽ വന്നപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കിയത്. ആ യഹോവ ഭക്തി അവരുടെ ഇടയിലേക്ക് വന്നപ്പോൾ അവർക്ക് ജ്ഞാനമുണ്ട്. അവരുടെ കണ്ണുകൾ തുറക്കാനായിട്ട് ഇടയായി. അവരുടെ അന്ധകാരം എത്രമാത്രം അവരെ മൂടിയിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായി. ആ യഹോവ ഭക്തിയുള്ളവരാൽ, ആ യഹോവയെ സ്നേഹിക്കുന്നവരാൽ, നമ്മൾ യഹോവ ഭക്തി നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നത്. ആ ജ്ഞാനത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് പകരുന്നത്. ഒരു ക്രിസ്തു വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്തു വിശ്വാസിയായിട്ടിരിക്കുമ്പോൾ നാം എങ്ങനെ ഇടപെടണം, നാം എങ്ങനെ സംസാരിക്കണം, നാം മറ്റുള്ളവരോട് കൂടെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആ ഒരു അനുഭവം നമ്മളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും ക്രിസ്തു നമുക്ക് കാണിച്ചു തരും. ആ നല്ല പാതയിലൂടെ തുടർന്നുള്ള നമ്മുടെ ജീവിതയാത്ര ആ ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായികളായിട്ട്, ക്രിസ്തുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവരായി, ക്രിസ്തുവിനെ ഉയർത്തുന്നവരായി നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം നാം മറ്റുള്ളവരോട് ഈ സ്നേഹത്തെ കുറിച്ച് പറയാനായിട്ട് നാം മടിയില്ലാത്തവരായി ഇതിനകത്ത് കയറിയിരിക്കുന്ന ഈ 98 പേര് ഓരോരുത്തരോട് പറഞ്ഞാലും 98 പേരെ നമുക്ക് നേടാനായിട്ട് കഴിയും. ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ നിന്ന് മാറിപ്പോകരുത്. ക്രിസ്തുവിന്റെ വരവോളം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇതിനു വേണ്ടി എന്നെ ക്ഷണിച്ച ഫേബാൻഡിയെയും ബിന്ദു ബിനോയ അമ്മയെയും എല്ലാവരെയും ഞാൻ ഓർത്ത് നന്ദി പറയുന്നു. വളരെ നന്ദി. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓൾഡ് ടെസ്റ്റ്മെന്റ് ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ 5 ബുക്കാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഉൽപ്പത്തി, രൂത്ത്, എസ്തേർ, ജോന, സങ്കീർത്തനം, പ്രോവർബ്സ്, ഇത്രയും ബുക്കാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്ത് ഈ ഡിസംബറോട് കൂടെ ഞങ്ങൾ കുറച്ച് ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഡിസംബറോട് കൂടെ ഞങ്ങൾ തീർക്കണം. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പ്രതിസന്ധികളുണ്ട് ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ, വളരെ പ്രയാസങ്ങളുണ്ട്, ഞങ്ങൾക്ക് കഷ്ടതകൾ, അനുഭവങ്ങൾ എല്ലാം ഉണ്ട്. ഇതിന്റെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ 4 വർക്കേഴ്സ് ഉണ്ട്. അവർക്ക് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെ ഒക്കെ അനുഭവം വരുമ്പോഴെല്ലാം ഞങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ കൂടുതൽ ഇതിലേക്ക് അവർ ദൈവവചനം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്പെടുത്തി ഞങ്ങൾ മുന്നേറുന്നു. പ്രത്യേകം ഞങ്ങളുടെ 4 ട്രാൻസ്ലേറ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളെ 2 പേരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. പൈതങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവിയെല്ലാം ദൈവാനുഗ്രഹമായി തീരേണ്ടതിന് എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് തുടർന്നും ആവശ്യമാണ്. ഡിസംബർ കൊണ്ട് ഞങ്ങൾ തീർക്കാനായിട്ട് ഞങ്ങളെ ദൈവം സഹായിക്കണം. സങ്കീർത്തനം അറിയാലോ, 150 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അത് തീർക്കുക എന്നുള്ളത് ഒരു വലിയ കടമയാണ് ഞങ്ങളുടെ മുന്നിൽ കിടക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിക്കാൻ എന്നുള്ളതിന് ദൈവകൃപ ഞങ്ങളോട് ചെയ്യണം. എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ